എന്തും ആയിക്കോട്ടെ, നമ്മളെ റിലേഷനില്ല, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആൾക്കൊരു സ്പെഷ്യൽ സ്ഥാനം ഉണ്ടാവും. അത് എത്ര വലിയ ആള് വന്ന് നമ്മുടെ ലൈഫിൽ നിന്നാലും അടുത്ത് ആ ഒരു സ്ഥാനം ഒരിക്കലും മാറൂല. ഇപ്പോൾ എനിക്കെൻ്റെ പൊന്നോനെ എൻ്റെ ഹാർട്ട് ഇത്രയുണ്ട്. ഈ ഹാർട്ടിൻ്റെ ടോപ്പ് ലെവലിലാണ് എൻ്റെ പൊന്നു നിൽക്കുന്നത്. എൻ്റെ ഞാനും പൊന്നും തമ്മിൽ റിലേഷനൊന്നും ഇല്ല ഇപ്പോൾ. പക്ഷെ എങ്ങനെയാണെങ്കിലും എൻ്റെ മനസ്സിൽ എത്ര റിലേഷൻ ഇല്ല അതില്ലെന്ന് പറഞ്ഞാലും ആ സ്നേഹം എപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ യെസ് പറഞ്ഞാൽ അപ്പം പൊക്കിക്കൊണ്ടുവരും, അങ്ങനെയാണ്. പക്ഷെ ആ സ്നേഹം എന്തായാലും ഉണ്ടാവും. എൻ്റെ പൊന്നൂന് ഏത് നിമിഷവും എന്തിനും എൻ്റെ പൊന്ന് എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഓടിയെത്തും ഞാൻ. എത്ര വലിയ എന്തുണ്ടെങ്കിലും ഞാൻ ഓടിയെത്തും. ഏകദേശം അത്ര ഞാൻ സ്നേഹിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ സ്നേഹം ഒരിക്കലും എനിക്ക് തട്ടിക്കളയാൻ പറ്റൂല. ഞാൻ ഒരിക്കലും തട്ടിക്കളയേയില്ല. ബിക്കോസ് എൻ്റെ പൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തൊറ്റ ഒരു പീസ് കൊടുക്കും. വേറൊരാള് അതുപോലത്തെ ഒരു പെൺകുട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ ഇനി കിട്ടേയില്ല. ലൈഫില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ എൻ്റെ പൊന്നു തന്നെയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പൊന്നു തന്നെയാണ്. വേറൊരാളെയും എന്നെ കൊണ്ട് നടക്കൂല. വേറെ ആരെങ്കിലും ആൾക്കാരെ ഇഷ്ടപ്പെടാൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ആയിട്ടുള്ളൂ. ടൈമും മണിയും വെറുതെ ഒക്കെ കൂടി വേസ്റ്റ് ആയിട്ടുള്ളൂ. എൻ്റെ പൊന്നു എന്ന് പറഞ്ഞ പേര് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പൊന്നു 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 എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്താ സുഖം എന്നറിയോ എനിക്ക്. എന്റെ പൊന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റയിൽ കൂടെ സംസാരിക്കുക. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വെറുതെ കിടന്ന് വാട്സപ്പിൽ ഇങ്ങനെ സഹിക്കും. എനിക്കറിയാം അവിടുന്ന് റിപ്ലൈ എന്തായാലും വരാൻ പോണില്ല വാട്സപ്പില്. പക്ഷെ ഞാൻ വെറുതെ എല്ലാ സുഖവിവരങ്ങളും എന്ത് വിഷമവും എന്തുണ്ടെങ്കിലും അവിടേക്ക് ഞങ്ങളുടെ വാട്സപ്പിൽ കൂടെ അയക്കും. എന്നിട്ട് അവിടെ നിങ്ങളുടെ റിപ്ലൈ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഇഷ്ടപ്പുറത്ത് ഞാൻ ചെയ്യണതാ. എന്തോ മനസ്സിന് അങ്ങനെ മെസ്സേജ് അയക്കുമ്പോ ഒരു സന്തോഷം തോന്നും, അങ്ങനെ അയക്കുന്നതാ. എന്തായാലും ഒരു കാര്യത്തില് ഈ അച്ഛന് ഉറപ്പാ, അച്ഛൻ ഒരിക്കലും പൊന്നിനെ കൈവിടൂല. ആൾക്കാര് പറയാറുണ്ട് നമുക്കൊരിക്കലും ഒരാളോട് പറയാൻ പറ്റൂല നമുക്ക് അയാളുടെ ലൈഫ് എൻഡ് വരെ ആളുടെ കൂടെ ഉണ്ടാവുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് എൻ്റെ പൊന്നിനോട് എനിക്ക് പറയാം. ഈവൻ എൻ്റെ പൊന്നിപ്പോ ഓക്കെ വേറെ കല്യാണം കഴിച്ചിട്ട് പോവാണെങ്കിലും പോയാൽ പോലും എൻ്റെ പൊന്നിനെ ഏത് നിമിഷവും എന്തിനും ഇത് കല്യാണം കഴിഞ്ഞ് പോയാലും പോലും ഈ അച്ഛൻ എന്തായാലും കൂടി ഉണ്ടാവും. അതെത്ര വലിയ ഇതെന്താണെങ്കിലും ഒരു നിമിഷം എൻ്റെ പൊന്നു എന്ത് എമർജൻസി വന്ന അപ്പൊ ഈ പൊന്നിന്റെ അച്ഛനെ ഓർത്ത് പൊന്നു തന്നെ എന്തിനും ഏതിനും എന്നെ വിളിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ആ അച്ഛൻ എന്തായാലും പൊന്നിന്റെ കൂടെ ലൈഫ് ലോങ് അച്ഛൻ്റെ മരണം വരെ അച്ഛനുണ്ടാവും. അത് ആ സ്നേഹം ഒരു സ്പെഷ്യൽ സ്നേഹമാണ്. അതങ്ങനെ വേറെ ആ സ്നേഹത്തെ ഞാൻ തന്നെ എല്ലാവരും നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നടക്കൂല, അത് നിർത്താൻ പറ്റൂല. അത്രയും അത്ര ഇഷ്ടാ
because she is something like special. ഇതുവരെ വേണ്ടാത്ത പരിപാടിയൊന്നും ഞാനും എന്റെ പോലും ചെയ്തിട്ട് ഒന്നിനും നിന്നിട്ടില്ല. എന്ന് വെച്ചാ എന്റെ ഞങ്ങള് അങ്ങനെയല്ല സ്നേഹിച്ചിട്ടുള്ളത് ലൈഫില്. ഞങ്ങളുടെ മനസ്സുകളെ സ്നേഹിച്ചിട്ടുള്ളത്. പിന്നെ പക്ഷെ ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ കുറെ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ കുറെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മനസ്സില് ആ സ്നേഹം ഒരിക്കലും മാറൂല. ബിക്കോസ് ഷീസ് മൈ പൊന്നു. ഈ ലോകത്ത് എനിക്ക് വേറെ ആരുമില്ല. എന്റെ പൊന്നു എന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന എനർജി, എന്റെ ഒരു ബാക്കപ്പ് പവർ പ്ലാന്റ് എന്ന് പറയാം, ഒരു ഫാസ്റ്റ് ചാർജിങ് പവർ ബാങ്ക് ആണ് എന്റെ പൊന്നു. ഞാൻ ഡള്ളായിരിക്കുമ്പോ കുറച്ചൊരു 5 മിനിറ്റോ 2 മിനിറ്റോ എന്റെ പൊന്നിനോട് സംസാരിക്കുമ്പോ തന്നെ ഞാൻ നല്ല കംഫർട്ടബിൾ ആവും, ഞാൻ നല്ല ഹാപ്പി ആവും. ഓക്കെ എന്നുള്ള രീതിയാണ് എനിക്ക്. ഞങ്ങളുടെ റിലേഷൻ എവിടെ പാളിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് സ്നേഹം, അത് ലൈഫ് എൻഡ് വരെ ആ സ്നേഹം ഇങ്ങനെ തന്നെ നിൽക്കും. ഒരിക്കലും അത് കുറയേ ഇല്ല, പക്ഷെ കൂടെ ഉള്ളൂ. അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എന്റെ പൊന്നു ഈ ലോകത്ത് ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഒരിക്കലും കണ്ണ് നിറയാണ്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. ആ മുഖത്ത് ആ ചിരി വരുമ്പോ തന്നെ ഉണ്ടല്ലോ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ ഇപ്പൊ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോ ഭഗവാന്റെ അവിടെ ഈ തിരിയൊക്കെ കത്തിച്ച് ലൈറ്റപ്പായിട്ട് നിൽക്കുമല്ലോ ഭഗവാൻ. അപ്പൊ ഒരു ഭംഗി ഉണ്ടാവല്ലോ. എന്റെ പൊന്നൂനെ ചിരിച്ച് കാണുമ്പോ, എപ്പോഴും ചിരിച്ച് കാണുമ്പോ അതാ ഒരു ഫീല്. ഒരിക്കലും എന്റെ പൊന്നു സാഡായിട്ടിരിക്കാൻ കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ പൊന്നു ചിരിച്ചിരിക്കുന്നത് ഏറ്റവും ഭംഗി. ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു മുഖം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുവിന്റെ ചിരിച്ചിട്ടുള്ള മുഖം. എന്താ പറയണതറിഞ്ഞൂടാ, ബട്ട് ഷീ സംതിങ് സ്പെഷ്യൽ, സംതിങ് എന്തോ എന്റെ പൊന്നൂന് ഒരു സ്പെഷ്യൽ ഉണ്ട്. അല്ലാണ്ട് ഞാൻ ഇത്രയധികം ഞങ്ങളുടെ റിലേഷൻ 6 മാസം അല്ലെങ്കിൽ 7 മാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 7 മാസത്തിന് സംഭവിച്ചത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീൻസ് ഞങ്ങൾ അത്രമാത്രം അവളെ സ്നേഹിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സ്നേഹം കുറയണമില്ല, പക്ഷെ കൂടുതൽ എപ്പോഴും 24 മണിക്കൂറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സംസാരം കുറച്ചെന്നുള്ളൂ, പക്ഷെ സംസാരം കുറച്ചിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹം നിന്നൊടുക്ക. ജീവിതത്തിൽ ഒരിക്കലും ആ സ്നേഹം കുറയില്ല. കുറെ സങ്കടങ്ങൾ എനിക്ക് വരുന്നുണ്ടെങ്കിലും, കുറെ പേര് എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും, എന്നെ കുറെ പേര് പറ്റിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും, എന്നെ തള്ളി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും, എന്റെ ലൈഫിൽ എനിക്ക് എന്റെ ഒരാള് എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, എന്റെ പാരന്റ്സ് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പൊന്നു തന്നെയാണ്. അത് എനിക്ക് 100% ഷുവറാണ്. ബിക്കോസ് എന്റെ പൊന്നു എപ്പോഴും പറയും എന്നോട് അച്ഛൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഐ എം സൂപ്പർ, ബട്ട് എന്റെ പൊന്നു എന്നോട് സൂപ്പർ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ നല്ല ഹാപ്പി ആവുന്നുണ്ട് ഞാൻ. എനിക്കറിഞ്ഞൂടാ, സത്യം വാക്കുകളില്ല. എനിക്ക് ജീവിതത്തിൽ എയിമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ പൊന്നു എന്റെ ലൈഫിൽ വന്നപ്പോ കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ പൊന്നു വന്നിട്ട് കുറെ നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ
നടന്നിട്ടുണ്ട്.